വടക്കാഞ്ചേരി കുമ്പളങ്ങാട് നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് തകർന്നു. കുമ്പളങ്ങാട് സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചില മേഖലയിൽ വിമർശനം വന്നാൽ ആ മേഖല തകർന്നു പോകുമെന്ന് ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ പറയുന്നതിൽ അത്ഭുതം തോന്നുന്നുവെന്ന് കെ മുരളീധരൻ. രാഷ്ട്രീയക്കാരെ പോലെ തന്നെ സ്ക്രീനിലുള്ളവരും വിമർശിക്കപ്പെടേണ്ടവരാണെന്നും രാത്രികാലങ്ങളിൽ കതകുകൾ മുട്ടുന്നവരുടെ പേര് പുറത്തു പറയാത്തതിനാൽ ജനങ്ങൾ പലരെയും സംശയിക്കുന്ന അവസ്ഥയാണുള്ളതെന്നും മുരളീധരൻ പറഞ്ഞു. ചില മേഖലയിൽ മാത്രം വിമർശനം വന്നാൽ ആ മേഖല തകർന്നു പോകും എന്നുള്ള ധാരണയിലൊക്കെ ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഈ മേഖല മാത്രം എന്താ കേന്ദ്ര ഭരണ പ്രദേശമാണോ? എറണാകുളം വടക്കേക്കരയിൽ വൃദ്ധയുടെ 2.5 പവന്റെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ ഒറീസ സ്വദേശി പിടിയിൽ. പ്രതി മാല പൊട്ടിച്ചത് വീടിന്റെ അടുക്കളയിൽ കയറി. തൃശൂർ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കൺവെൻഷനും മഹിളാ നാരി ന്യായ് സമ്മാൻ വിതരണവും സംഘടിപ്പിച്ചു. ഡിസിസി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ അഷ്ടമിരോഹിണി ഭാഗവത സപ്താഹത്തിന് തുടക്കം. ക്ഷേത്രം തന്ത്രിയും ദേവസ്വം ഭരണസമിതി അംഗവുമായ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. പാലക്കാട് ലക്കിടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കടമ്പഴിപ്പുറം സ്വദേശി ശിവദാസൻ. സുഹൃത്ത് വിഷ്ണു ഗുരുതരാവസ്ഥയിൽ. അപകടം ലക്കിടി പേരൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം. KSFE വളാഞ്ചേരി ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഗോൾഡ് അപ്രൈസർ രാജനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 28 മുതൽ ജനുവരി 18 വരെയുള്ള കാലയളവിൽ 10 അക്കൗണ്ടുകളിലായി 221 പവൻ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തത് 7 കോടി രൂപ. 5 വർഷം മുൻപ് 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. പിടിയിലായത് അഞ്ചൽ ചണ്ണംപേട്ട സ്വദേശി ഷൈജു. കേസിനാസ്പദമായ സംഭവം 2019. കൊല്ലം പുനലൂർ കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് കോമളംകുന്ന് സ്വദേശി സുരേഷ്. മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സ് സംഘവും സ്കൂബ സംഘവും നടത്തിയ തിരച്ചിലിൽ. കോട്ടയം പെരുന്ന കോളേജിന് സമീപം MDMA പിടികൂടി. പിടികൂടിയത് ബണ്ണിനകത്തൊളിപ്പിച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി മരുന്ന്. പുഴവാത് സ്വദേശികളായ 2 യുവാക്കൾ പോലീസ് കസ്റ്റഡിയിൽ. ആലപ്പുഴ ജില്ലാതല തദ്ദേശ അദാലത്ത് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സേവനം മെച്ചപ്പെടുത്തുന്നതിന് 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തുമെന്ന് മന്ത്രി. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുക ലക്ഷ്യം. കുട്ടനാട്ടിൽ അറിവാണ് ലഹരി എന്ന സന്ദേശം നൽകി ഹൈസ്കൂൾ കുട്ടികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മത്സരം സംഘടിപ്പിച്ചത് എക്സൈസ് സർക്കിൾ ഓഫീസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ. കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഉദ്ഘാടനം ചെയ്തു. നെയ്യാറ്റിൻകരയിൽ 4 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികൾ പിടിയിൽ. പിടികൂടിയത് അന്തർ സംസ്ഥാന ബസിൽ കടത്തിക്കൊണ്ടുവന്ന 4 കിലോഗ്രാം കഞ്ചാവ്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ സജൽ ദാസ്, സബൂജ് മണ്ഡൽ എന്നിവർ അറസ്റ്റിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നെയ്യാറ്റിൻകരയിൽ 7.5 ലക്ഷം രൂപ വില വരുന്ന 21 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെ. വെള്ളയാണി സ്വദേശി സലാഹുദ്ദീൻ പോലീസ് കസ്റ്റഡിയിൽ. MLA സർവീസ് RV പൂഞ്ഞാറിന്റെ ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വയനാട് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തവരെയും ആദരിച്ചു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം തീക്കോയിൽ പുലർച്ചെ മോഷണ ശ്രമം. നാട്ടുകാർ സംഘടിച്ചതോടെ കള്ളൻ സ്കൂട്ടർ ഉപേക്ഷിച്ചു കടന്നു. ഈരാറ്റുപേട്ട പോലീസിൽ പരാതി നൽകി നാട്ടുകാർ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായവുമായി തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യയാത്ര. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. ഓണത്തിനൊരു വല്ലം പൂ പദ്ധതിയിൽ 100 മേനി വിളവ് നേടി കുണ്ടഴിയൂർ GMUP സ്കൂൾ. ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് SSG ചെയർമാൻ അഫ്സൽ പാടൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് തെസ്നി ഷാഫി അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ശേഖരിച്ച തുക ജില്ലാ കളക്ടർക്ക് കൈമാറി തൃശൂർ മണലൂർ വീനസ് ക്ലബ്ബ്. കൈമാറിയത് 20,000 രൂപ. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MPക്ക് സ്വീകരണം നൽകി തൃശൂർ അരിമ്പൂർ മണ്ഡലം കമ്മിറ്റി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് TA പ്ലാസിഡ് സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷനായി.